നമസ്കാരം. ട്രിപ്പിൾ പി വാർത്താ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. LPG ഗ്യാസ് കണക്ഷനുള്ള എല്ലാവരും ഈ വാർത്ത ശ്രദ്ധിക്കണം. നിങ്ങളുടെ വീട്ടിൽ ഇന്ത്യൻ, ഭാരത് ഗ്യാസ്, HP ഗ്യാസ് കണക്ഷൻ ആണോ എങ്കിൽ നിങ്ങളുടെ LPG കണക്ഷൻ്റെ EKYC പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ഒരിക്കൽ കൂടി പരിശോധിക്കണം. കാരണം LPG EKYC പൂർത്തിയാക്കാനുള്ള സമയപരിധി വീണ്ടും നീട്ടിയിരിക്കുകയാണ്. നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം 2026 ഓഗസ്റ്റ് 31 അവസാന തീയതി. ഇതിനുശേഷം വീണ്ടും സമയം നീട്ടുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തമായ അറിയിപ്പില്ല. അതുകൊണ്ട് LPG ഉപഭോക്താക്കൾ അവസാന ദിവസത്തേക്ക് കാത്തുനിൽക്കാതെ EKYC പൂർത്തിയാക്കുന്നതാണ് സുരക്ഷിതം. LPG കണക്ഷൻ യഥാർത്ഥത്തിൽ ആരുടെ പേരിലാണ് ഉള്ളത് എന്ന് സ്ഥിരീകരിക്കുന്നതിനുള്ള ആധാർ ബേസ്ഡ് ബയോമെട്രിക് EKYC നടപടിയാണിത്. അഥവാ നിങ്ങളുടെ LPG കണക്ഷനും ആധാർ വിവരങ്ങളും ഉപയോഗിച്ച് ഉപഭോക്താവിനെ സ്ഥിരീകരിക്കുന്നതാണ് EKYC. പ്രത്യേകിച്ച് ഉജ്ജ്വല ഗുണഭോക്താക്കൾക്ക് ആധാർ ഒതൻറ്റിക്കേഷൻ വളരെ പ്രധാനമാണ്. EKYC പൂർത്തിയാക്കാത്ത ഉപഭോക്താക്കൾക്ക് LPG സേവനങ്ങളുമായി ബന്ധപ്പെട്ട് പിന്നീട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാനാണ് ഇപ്പോൾ എണ്ണ കമ്പനികൾ വെരിഫിക്കേഷൻ പൂർത്തിയാക്കാൻ ആവശ്യപ്പെടുന്നത്. നേരത്തെ പല ഘട്ടങ്ങളിലായി EKYC പൂർത്തിയാക്കാനുള്ള തീയതികൾ നൽകിയിരുന്നു. ഓഗസ്റ്റ് 16 എന്നായിരുന്നു മുൻപ് അറിയിച്ചിരുന്ന സമയപരിധികളിൽ ഒന്ന്. പിന്നീട് അത് ഓഗസ്റ്റ് 23 വരെ നീട്ടിയിരുന്നു. ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഓഗസ്റ്റ് 31, 2026 വരെ വീണ്ടും സമയം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് LPG കണക്ഷൻ ഉള്ളവർ ഈ തീയതി പ്രത്യേകം ഓർത്തുവയ്ക്കുക. EKYC ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇതാണ് പലരും ചോദിക്കുന്ന പ്രധാന ചോദ്യം. EKYC പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ എല്ലാവരുടെയും ഗ്യാസ് കണക്ഷൻ പെർമനൻ്റ്ലി ക്യാൻസൽ ചെയ്യും എന്ന് ഇപ്പോൾ ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. എന്നാൽ EKYC പൂർത്തിയാക്കാത്ത ഉപഭോക്താക്കൾക്ക് LPG സർവീസിൽ തടസ്സമുണ്ടാകാനും ഡൊമസ്റ്റിക് റേറ്റിൽ സിലിണ്ടർ ലഭിക്കുന്നതിനും പ്രശ്നങ്ങൾ ഉണ്ടാകാനും സബ്സിഡി സംബന്ധമായ ആനുകൂല്യങ്ങളെ ബാധിക്കാനും സാധ്യതയുണ്ടെന്ന് വിവിധ റിപ്പോർട്ടുകൾ പറയുന്നു. അതിനാൽ എന്തായാലും പിന്നെ ചെയ്യാമെന്ന് കരുതി മാറ്റിവെക്കുന്നത് നല്ലതല്ല. LPG സബ്സിഡി ലഭിക്കുന്നവർ ഈ വെരിഫിക്കേഷൻ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം. LPG കമ്പനിയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സെൽഫ് ബേസ്ഡ് ബയോമെട്രിക് ആധാർ ഒതൻറ്റിക്കേഷൻ ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണ്. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് ബന്ധപ്പെട്ട ഇന്ത്യൻ ഓയിൽ ആപ്പ് വഴിയും മറ്റ് LPG കമ്പനികൾക്ക് അവരുടെ ഔദ്യോഗിക ആപ്പ് വഴിയും EKYC നടപടികൾ ഫേസ് ചെയ്യാൻ കഴിയും. ആധാർ ഫേസ് RD ആപ്പ് ഉപയോഗിച്ചുള്ള ഫേസ് ഒതൻറ്റിക്കേഷൻ സംവിധാനവും ഔദ്യോഗിക PMUY വെബ്സൈറ്റിൽ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ആപ്പ് വഴി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള LPG ഡിസ്ട്രിബ്യൂട്ടർ ഓർ ഗ്യാസ് ഏജൻസി സന്ദർശിച്ചും EKYC പൂർത്തിയാക്കാം. ചില സ്ഥലങ്ങളിൽ ഡെലിവറി പേഴ്സണൽ മുഖേനയും വെരിഫിക്കേഷൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. സാധാരണയായി നിങ്ങളുടെ ആധാർ നമ്പർ, LPG കണക്ഷൻ വിവരങ്ങൾ, രജിസ്ട്രേഡ് മൊബൈൽ നമ്പർ എന്നിവ ആവശ്യമായി വരാം. ഫേസ് ഒതൻറ്റിക്കേഷൻ ചെയ്യുമ്പോൾ ആധാർ ഫേസ് RD പോലുള്ള ആവശ്യമായ ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടതായി വരും. EKYC പൂർത്തിയായതിനു ശേഷം കൺഫർമേഷൻ ലഭിച്ചോ എന്ന് ഉറപ്പാക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നേരിട്ട് LPG ഡിസ്ട്രിബ്യൂട്ടറിനെ ബന്ധപ്പെടുന്നതാകും ഏറ്റവും സുരക്ഷിതം. ഇന്ത്യൻ, ഭാരത് ഗ്യാസ്, HP ഗ്യാസ് തുടങ്ങിയ ഡൊമസ്റ്റിക് LPG കണക്ഷനുള്ളവർ എല്ലാവരും സ്വന്തം EKYC സ്റ്റാറ്റസ് പരിശോധിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഉജ്ജ്വല ബെനിഫിഷ്യറീസ്, സബ്സിഡി ലഭിക്കുന്നവർ, വർഷങ്ങളായി LPG കണക്ഷൻ ഉപയോഗിക്കുന്നവർ എന്നിവർ വെരിഫിക്കേഷൻ പൂർത്തിയായിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഇതിനകം EKYC ചെയ്തിട്ടുള്ളവർ വീണ്ടും ചെയ്യേണ്ടതുണ്ടോ എന്ന് സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ LPG കമ്പനി ഒഫീഷ്യൽ ആപ്പ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ വഴി സ്റ്റാറ്റസ് പരിശോധിക്കാം. EKYC ചെയ്യാനെന്ന പേരിൽ വരുന്ന അപരിചിതമായ ലിങ്ക്, OTP ആവശ്യപ്പെടുന്ന കോൾസ്, വാട്സപ്പ് മെസ്സേജസ് എന്നിവ ജാഗ്രത പാലിക്കുക. ആധാർ OTP ആരോടും പങ്കുവെക്കരുത്. ബാങ്ക് ഡീറ്റെയിൽസ്, ATM പിൻ, UPI പിൻ തുടങ്ങിയ വിവരങ്ങൾ LPG EKYC എന്ന പേരിൽ ആരെങ്കിലും ചോദിച്ചാൽ നൽകരുത്. ഔദ്യോഗിക LPG ആപ്പ്, ഔദ്യോഗിക വെബ്സൈറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്യാസ് ഏജൻസി വഴിയാണ് വെരിഫിക്കേഷൻ നടത്തുന്നത് സുരക്ഷിതം. അപ്പോൾ LPG കണക്ഷൻ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഇതാണ്. LPG EKYC ചെയ്യാനുള്ള നിലവിലെ അവസാന തീയതി 2026 ഓഗസ്റ്റ് 31. ഇനിയും EKYC പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ അവസാന ദിവസത്തേക്ക് കാത്തു നിൽക്കാതെ എത്രയും വേഗം പൂർത്തിയാക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും EKYC ചെയ്തിട്ടുണ്ടോ എന്ന് കൂടി പരിശോധിച്ച് പറയുക. ഈ വിവരം ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ള LPG ഉപഭോക്താക്കളിലേക്ക് കൂടി ഷെയർ ചെയ്യൂ. ഇത്തരം LPG, റേഷൻ, പെൻഷൻ, സർക്കാർ ആനുകൂല്യങ്ങളുടെ ഏറ്റവും പുതിയ വാർത്തകൾക്കായി ട്രിപ്പിൾ പി വാർത്താ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുതേ. നന്ദി, നമസ്കാരം.